കാരണം ഇത് ഒരു വാണിംഗ് കൂടിയാണ്, ഞങ്ങൾ കൂടിയുള്ള വാണിംഗ്. കേരളത്തിൽ ജനങ്ങൾ മൊത്തം വോട്ട് ചെയ്തിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനിയും മതമില്ലാത്തവരും ജൈനനും ഇനി പാർസി ഉണ്ടെങ്കിൽ പാർസിയും കൂടെ വോട്ട് ചെയ്തിട്ടാണ്. അവരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഡിവൈഡ് ചെയ്യുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിന്റെ 10 വർഷത്തെ ചെയ്തികൾ കണ്ടു മടുത്തിട്ട് CPM-കാര്, നമ്മുടെ ഏറ്റവും വലിയ ഡിവിഷൻ പാർട്ടിക്കാരാണല്ലോ, CPM-കാര് വരെ എതിർത്ത് വോട്ട് ചെയ്തിട്ടാണ് പാർട്ടി കോട്ടകൾ പോലും വീണിരിക്കുന്നത്. UDF-നെ സംബന്ധിച്ച് വലിയൊരു വിജയം നേടി എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ ജനങ്ങളോടാണ് നമ്മൾ ഇന്ന് കടപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ വലിയ പിന്തുണ, UDF മുന്നോട്ട് വെച്ച ആ വിഷന്, അതുപോലെ തന്നെ UDF-ന്റെ കൃത്യമായിട്ടുള്ള അസസ്മെന്റ്, അത് ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. നമ്മളൊരു 5 വർഷത്തെ UDF ഗവൺമെന്റും 10 വർഷത്തെ LDF ഗവൺമെന്റും തമ്മിൽ താരതമ്യം ചെയ്താൽ മാത്രം മതി UDF-ഉം LDF-ഉം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകും. ഒപ്പം 5 വർഷം UDF-ന്റെ പല നേട്ടങ്ങളും എണ്ണി നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ 10 വർഷത്തെ നേട്ടം എന്താണെന്ന് ഇതുവരെ പറയുവാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ വിലയിരുത്തിയാണ് ജനങ്ങൾ ഇത്ര മികച്ച ഒരു വിജയം UDF-ന് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസം, പ്രിയപ്പെട്ട ആന്റണി സാർ പറഞ്ഞ കാര്യം ഞങ്ങൾ ഓരോരുത്തരും ഓർത്തിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഒരു വാണിംഗ് കൂടിയാണ്, ഞങ്ങൾ കൂടിയുള്ള വാണിംഗ്. ആ വാണിംഗ് ഉൾക്കൊണ്ട് തന്നെ പ്രവർത്തിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, എവിടെയാ തർക്കം? ഞാൻ പറയുമല്ലേ, ഞാൻ ചോദ്യം ചോദിച്ചല്ലോ, നമുക്ക് ഉത്തരം പറയട്ടെ. തർക്കം എവിടെയാ? ഒരു തർക്കമില്ല. ഞങ്ങളുടെ നിയമസഭാ കക്ഷി നാളെ കൂടും, ആ നിയമസഭാ കക്ഷി തീരുമാനമെടുക്കും. ഒരു തർക്കം ഉണ്ടാവില്ല. നല്ല രീതിയിൽ നല്ലൊരു മുഖ്യമന്ത്രിയെ ആരാണോ MLA-മാര് പിന്തുണയ്ക്കുന്നത്, ആരാണോ ഹൈക്കമാൻഡ് പിന്തുണയ്ക്കുന്നത്, ജനങ്ങൾ തെരഞ്ഞെടുത്ത ആരാണോ അത് നിയമസഭാ കക്ഷി കൂടി തീരുമാനിക്കും. അതിനകത്ത് എവിടെ തർക്കം? ഞങ്ങൾക്ക് ആർക്കും തർക്കത്തെ കുറിച്ച് അറിവില്ല. പക്ഷെ കഴിഞ്ഞ 1 മാസമായിട്ട് ഈ ഇലക്ഷന് മുമ്പ് തൊട്ട് മാധ്യമങ്ങളിൽ ഇങ്ങനെ തർക്കം വരുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം കാണും. പക്ഷെ അത് തർക്കമാണെന്ന് പറയാൻ പറ്റുമോ? വഴക്കാണെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ അഭിപ്രായമുണ്ട്. അഭിപ്രായം പറയും. അഭിപ്രായത്തിന്റെ സമന്വയം ഉണ്ടാവും. അങ്ങനെയല്ല എല്ലാ പ്രാവശ്യവും. പുതിയ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പം പണ്ടത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ കുറഞ്ഞ ഒരു സാഹചര്യമാണ്. ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ, നമ്മുടെ നാടിന്റെ മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടും. വളരെ സമർത്ഥമായ രീതിയിൽ അദ്ദേഹം വരുന്ന 5 വർഷവും ഭരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കമന്റ് ഞാൻ പറഞ്ഞിട്ട് ബാക്കി അങ്ങോട്ട് പോകാം. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്തുന്ന വിധം ഒന്നുകൂടെ പരിഷ്കരിച്ചാൽ കൊള്ളാം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇതിനകത്തുള്ള എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിച്ച് തീരുമാനങ്ങൾ എടുക്കാനും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുവാനും സാധിക്കണം. ഞാൻ ഏറ്റവും അവസാനത്തെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം പലതരത്തിലുള്ള നിയമങ്ങളും പാലിക്കാതാണ് എന്റെ കാര്യത്തിൽ, ഞാൻ പറയും പുതുപ്പള്ളിയുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഞാൻ സ്പെസിഫിക് ആയിട്ട് പോകുന്നില്ല. അപ്പൊ ഇച്ചൂടൊന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ കുറച്ചുകൂടെ പീപ്പിൾ ഫ്രണ്ട്ലി ആയും കാൻഡിഡേറ്റ് ഫ്രണ്ട്ലി ആയും കാര്യങ്ങൾ നടത്തണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലോട്ട് അത് കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ കോൺഫിഡൻസ് നിലനിർത്തുവാൻ തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ശ്രമിക്കണം. കാരണം എന്നും ഇന്ത്യയുടെ പേര് നിലനിർത്തിയിട്ടുള്ള സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പം എവിടെയെങ്കിലും ഒരു വിശ്വാസക്കുറവ് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഒരു പ്രവർത്തനമായതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. ജനവികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ തീരുമാനിക്കണം എന്നാണ് എനിക്ക് ഇലക്ഷന്റെ നടത്തിപ്പിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് മന്ത്രിസഭ വരിക എന്നുള്ളതാണ് പ്രയോറിറ്റി. ആര് മന്ത്രിയാവുന്നു അതൊക്കെ പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ തീരുമാനമാണ്. അതൊരു പ്രയോറിറ്റി അല്ല. ഞാൻ ഇലക്ഷൻ ദിവസവും വോട്ടിംഗ് ദിവസവും ഞാൻ പറഞ്ഞത്, ആര് മന്ത്രിയായാലും ഇല്ലേലും
UDFന് ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു മുഖ്യമന്ത്രിയാവും വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് അതാണ് പ്രയോറിറ്റി. പിന്നെ മന്ത്രിസഭയുടെ കാര്യമൊക്കെ മുഖ്യമന്ത്രിയും ലീഡർഷിപ്പും എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല, എന്നെ സംബന്ധിച്ച ഒരു പ്രയോറിറ്റി അല്ല. കേരളത്തിൽ ജനങ്ങൾ മൊത്തം വോട്ട് ചെയ്തിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനിയും മതമില്ലാത്തവരും ജൈനനും ഇനി പാർസി ഉണ്ടെങ്കിൽ പാർസിയും കൂടെ വോട്ട് ചെയ്തിട്ടാണ്. എല്ലാവരും ഒരുമിച്ച് വോട്ട് ചെയ്തത്. കേരളത്തിലെ ജനം, അവരെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഡിവൈഡ് ചെയ്യുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിന്റെ 10 വർഷത്തെ ചെയ്തികൾ കണ്ടു മടുത്തിട്ട് CPM-കാര്, നമ്മുടെ ഏറ്റവും വലിയ ഡിവിഷൻ പാർട്ടിക്കാരാണല്ലോ, CPM-കാര് വരെ എതിർത്ത് വോട്ട് ചെയ്തിട്ടാണ് പാർട്ടി കോട്ടകൾ പോലും വീണിരിക്കുന്നത്. സംശയമുണ്ടോ? തളിപ്പറമ്പ് അടക്കമുള്ള പ്രദേശങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന കാര്യമല്ലേ. ഓർത്ത് നോക്കും, CPM-കാര് തന്നെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് പോകണം. എന്തുകൊണ്ടാ? കാരണം ചോദ്യം ചോദിച്ചാൽ ഉത്തരമില്ല, ചോദ്യങ്ങൾക്ക് മറുപടിയില്ല, വികസനമില്ല. അതുകൊണ്ടാണ് ആ തീരുമാനം ജനങ്ങൾ എടുത്തത്. അപ്പം ഇതിനകത്ത് ജനങ്ങൾ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. അതിന്റെ റിസൾട്ട് 79% ആൾക്കാർ വോട്ട് ചെയ്തിട്ട ഒരു തെരഞ്ഞെടുപ്പല്ലേ. ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങള് ഇത്ര വലിയ വിജയം കൊടുക്കും. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഓരോരുത്തരുടെ മെജോറിറ്റി, ഓരോ സ്ഥലത്തെ മെജോറിറ്റി എടുത്താൽ മതിയല്ലോ. അപ്പൊ അത് ഒരു കമ്മ്യൂണലായിട്ട് നമ്മൾ കാണേണ്ട കാര്യം, ജനങ്ങളുടെ മൊത്തത്തിലുള്ള പൊതുവായ വികാരമാണ് ഇവിടെ റിഫ്ലക്ട് ചെയ്തത്. അല്ല, CPM എങ്ങനെ തീരുമാനിച്ചേ? CPM-ന്റെ ലീഡർഷിപ്പ് എടുത്ത തീരുമാനം. ഇതിനു മുമ്പ് കോൺഗ്രസ് എങ്ങനെ തീരുമാനിച്ച്? കോൺഗ്രസിന് വ്യവസ്ഥാപിതമായ ഒരു മാർഗമുണ്ട്. ഇപ്പൊ ജനങ്ങളെ റിഫ്ലക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരം റിഫ്ലക്ട് ചെയ്യുന്ന MLA-മാരുടെ അഭിപ്രായം എടുക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ രീതിയാണ്. നമുക്കിവിടെ ഒരു ഗവർണർ സിസ്റ്റം അല്ലല്ലോ ഉള്ളത്. ഇപ്പൊ US-ൽ നമുക്ക് നോക്കാം. US-ൽ ഗവർണർ സിസ്റ്റമാണ്. ഇത് ഗവർണർ സിസ്റ്റം അല്ല, ഇവിടെ പാർലമെന്ററി സിസ്റ്റമാണ്. ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റമാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മെജോറിറ്റി ഉള്ള ലേബർ പാർട്ടിയുടെയോ മെജോറിറ്റി ഉള്ള കൺസർവേറ്റീവ് പാർട്ടിയുടെ MP ആണ് പ്രൈം മിനിസ്റ്റർ ആവുന്നത്. അതാണ് പാർലമെന്ററി സിസ്റ്റം. ഇന്ത്യയുടെ സിസ്റ്റം അത് തന്നെയാണ്. പക്ഷെ എല്ലാ ഫാക്ടേഴ്സും ഉൾക്കൊണ്ടുകൊണ്ട് അത് പാർട്ടിക്കൊരു സംവിധാനമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങള് ഹൈക്കമാൻഡിനെ മിക്കവാറും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്നത്. അപ്പം പാർട്ടി ലീഡർഷിപ്പ് എല്ലാവരും വികാരം പറഞ്ഞതിന് ശേഷം എല്ലാ ഫാക്ടേഴ്സും ഉൾക്കൊണ്ട്, MLA-മാർ മാത്രമല്ല, എല്ലാ ഫാക്ടേഴ്സും ഉൾക്കൊണ്ടാണ് അവർ തീരുമാനിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്കൊരു കുറവ് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഈ 10-70 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പ്രാക്ടീസിനെ നമുക്ക് എന്തോ ഒരു പുതിയ സംഭവം വരെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവരെയും ഉൾക്കൊണ്ട്, എല്ലാ ഫാക്ടേഴ്സും ഉൾക്കൊണ്ട്, ജനവികാരം ഉൾക്കൊണ്ട്, MLA-മാരുടെ വികാരം ഉൾക്കൊണ്ട് ഒക്കെയാണ് തീരുമാനം ഇത്രയും നാൾ എടുത്തിട്ടുള്ളത്. ഇനി അങ്ങനെ തന്നെയായിരിക്കും. ഏതോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വികാരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഗൾഫിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക്, മറ്റുള്ള സ്ഥലത്തുള്ള സഹോദരങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് അവർ റിയാക്ട് ചെയ്യുന്നവരാ. ഒന്നും ഉദ്ദേശിക്കുന്നതല്ല, അവർ പാർട്ടിക്കെതിരായിട്ടോ ഒന്നും പറയുന്നതല്ല, പക്ഷെ അവരങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഒരു വിവാദം ഉണ്ടായി. അപ്പൊ എന്റെ ഫാദറിനെ പോലും കോൺഗ്രസിന്റെ അണികൾ ആക്രമിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ? ഇല്ലേ? നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണുമല്ലോ. കൃത്യം 5 വർഷം മുമ്പ് അതേ ഉമ്മൻചാണ്ടിയാണ് ഇന്ന് അവര് സ്നേഹത്തോടു കൂടി പറയുന്നത്. എല്ലാരും അല്ല, 1% 1% പറയുന്നതിനെ മൊത്തം പാർട്ടിയുടെ ആളാക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. ചിലർ അവരുടെ വികാരം പറയുന്നു, അതുകൊണ്ട് എല്ലാം പ്രശ്നമാണെന്നുള്ളത് പറയാൻ പറ്റുമോ? പാർട്ടിക്കൊരു സംവിധാനമുണ്ട്, പാർട്ടിക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് ഉള്ള പ്രോസസ്സ് നടക്കുകയാണ്. ഇവിടെ ഒരു തർക്കവും ഒരു ലീഡറും പുറത്തു പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ എന്തിനാ അസ്യൂം ചെയ്യുന്നത് അങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന്? വാക്സിനേഷനായിട്ട് തോന്നി. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 6-7 മാസം ഒരു സ്കൂട്ടർ എടുക്കണമെന്ന് തോന്നി. സ്കൂട്ടറിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കുറച്ച് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ എളുപ്പം സ്കൂട്ടറാന്ന് വിചാരിച്ച്. പക്ഷെ സ്കൂട്ടറൊന്നും എനിക്ക് പിടിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എന്താ പറയാ ഇലക്ട്രിക് ഹൈബ്രിഡ് സൈക്കിൾ കാണുന്നത്. അപ്പൊ ചവിട്ടുകയും ചെയ്യാം, നമുക്ക് സ്പീഡ് കിട്ടുകയും ചെയ്യും മോട്ടോർ ഉപയോഗിച്ച്. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്കൊരു ഫാസിനേഷൻ തോന്നി. അതുകൊണ്ടാണ് ഞാനത് മേടിച്ച് ഞാൻ അതിൽ യാത്ര തുടങ്ങിയത്. അപ്പൊ ഇച്ചൂടെ ആൾക്കാരുമായിട്ട് ഞാൻ രാവിലെ 6 മണിക്ക് പോകുമായിരുന്നു. അപ്പൊ രാവിലെ 6 മണിക്ക് എന്റെ വീട്ടിൽ MLA വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് ഒരു സന്തോഷമാണ്. അതുകൊണ്ടാണ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തത്. ഇനിയും എന്ത് വേണം എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ഇവിടെ വേണമെങ്കിൽ സൈക്കിളിലാക്കാം, തിരുവനന്തപുരത്ത് യാത്ര, അസംബ്ലിയിലോട്ട് യാത്ര വേണമെങ്കിൽ സൈക്കിളിലാക്കാം എന്നൊരു ആലോചനയുണ്ട്. ഫുൾ ടൈം പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ സൈക്കിൾ പോകുന്നതിന് നല്ല ഐഡിയ. ഗ്രീൻ പ്രോട്ടോകോൾ പറഞ്ഞോണ്ടാ പറഞ്ഞത്.
വാക്സിനേഷൻ ആയിട്ട് തോന്നി. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 6-7 മാസം ഒരു സ്കൂട്ടർ എടുക്കണമെന്ന് തോന്നി. സ്കൂട്ടറിൽ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. കുറച്ച് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ എളുപ്പം സ്കൂട്ടറാന്ന് വിചാരിച്ച്. പക്ഷെ സ്കൂട്ടറൊന്നും എനിക്ക് പിടിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എന്താ പറയാ ഇലക്ട്രിക് ഹൈബ്രിഡ് സൈക്കിൾ കാണുന്നത്. അപ്പൊ ചവിട്ടുകയും ചെയ്യാം, നമുക്ക് സ്പീഡ് കിട്ടുകയും ചെയ്യും മോട്ടോർ ഉപയോഗിച്ച്. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്കൊരു ഫാസിനേഷൻ തോന്നി. അതുകൊണ്ടാണ് ഞാനത് മേടിച്ച് ഞാൻ അതിൽ യാത്ര തുടങ്ങിയത്. അപ്പൊ ഇച്ചൂടെ ആൾക്കാരുമായിട്ട് ഞാൻ രാവിലെ 6 മണിക്ക് പോകുമായിരുന്നു. അപ്പൊ രാവിലെ 6 മണിക്ക് തന്നെ വീട്ടിൽ MLA വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് ഒരു സന്തോഷമാണ്. അതുകൊണ്ടാണ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തത്. ഇനിയും എന്ത് വേണം എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ഇവിടെ വേണമെങ്കിൽ സൈക്കിളിലാക്കാം, തിരുവനന്തപുരത്ത് യാത്ര, അസംബ്ലിയിലോട്ട് യാത്ര വേണമെങ്കിൽ സൈക്കിളിലാക്കാം എന്നൊരു ആലോചനയുണ്ട്. ഫുൾ ടൈം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ സൈക്കിൾ പോകുന്നതിന് നല്ല ഐഡിയ. ഗ്രീൻ പ്രോട്ടോകോൾ പറഞ്ഞുകൊണ്ടാ പറഞ്ഞത്. അതൊരു ചാൻസിൽ ഞാൻ സൈക്കിൾ ഓടിക്കാൻ തീരുമാനിച്ചതാണ് അത്. പക്ഷെ ഇത്രയും ജനത്തിന് അതിൽ അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. 50,000 തന്നെ എനിക്ക് അൺഎക്സ്പെക്റ്റഡാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ കൂടുതൽ മാർജിൻ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ SIR ഒത്തിരി വോട്ട് കട്ട് ചെയ്തിരുന്നു എന്ന് എനിക്കറിയാം. ഇപ്പോഴും 10,000 വോട്ട് കട്ടായി പോയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 10,000-3000 പേർക്ക് വരാൻ പറ്റാത്ത, യുദ്ധം കാരണം വരാതെ പറ്റാതിരുന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കൂടി നിന്നിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അപ്പം ഈ സൈക്ലിംഗ് ജനങ്ങൾ ഇത്രയും സ്വീകരിക്കും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. പക്ഷെ അതിനകത്ത് നമുക്ക് ഇച്ചൂടെ ഇലക്ഷന്റെ കാര്യങ്ങൾക്ക് ചെറിയൊരു കുറവ് അവിടെ ഇവിടെയൊക്കെ വരുത്തിയാൽ നല്ലതായിരിക്കും എന്ന് പൊതുജനത്തിന് തോന്നലുണ്ട്. അതിന്റെ കൂടി വിചാരമാണ്, അല്ലെങ്കിൽ അതിന്റെ കൂടി റിസൾട്ടുമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും പുതുപ്പള്ളിയിലെ ജനങ്ങളോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ഇത്ര വലിയ ഒരു വിജയം നൽകി എന്നെ അനുഗ്രഹിച്ചത്. അല്ല, അങ്ങനെ ഒരു സാഹചര്യമല്ല. ഞാൻ എന്റെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ്. ഞാൻ ആക്ച്വലി ഫ്ലെക്സ് വെക്കണോ വേണ്ടോ എന്നൊരു ആലോചന വന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്തത്, ഞാനൊരു പ്രോജക്റ്റുമായിട്ട് 2.5 വർഷം നടന്നു. ആ പ്രോജക്റ്റ് ഞാൻ നടപ്പിലാക്കാൻ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു. അപ്പൊ ഞാൻ പിന്നെ ഒരു കുറെ വീടുകൾ കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് എന്റെ മനസ്സിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, ഇപ്പോഴേ എനിക്ക് ഒരു കോസ്റ്റ് കട്ട് ചെയ്താൽ കുറച്ചുകൂടെ വീടുകൾ ചെയ്യുവാൻ കുറച്ചുകൂടെ എന്റെ പ്രോജക്റ്റിന് സഹായകരമായി തീരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്ലെക്സും പോസ്റ്റും ബാനറും ഒഴിവാക്കിയത്. അതുകൊണ്ട് എനിക്ക് വലിയ തലവേദന ഒഴിവാക്കി എന്ന് പറയാം. ഒന്ന്, ഫൈനാൻഷ്യൽ ആയിട്ട് ബേർഡൻ, ഇത് അടിക്കുന്നതിന്റെ വെക്കുന്നതിന്റെ ഒക്കെ ബേർഡൻ, പിന്നെ അതിന്റെ പുറത്തുള്ള തർക്കങ്ങൾ, അതിന്റെ പുറത്തുള്ള കേസുകൾ. എനിക്ക് തോന്നുന്നു എന്റെ അറിവിൽ പുതുപ്പള്ളി മാത്രമാണ് ഒരു കേസില്ലാത്ത ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. ഒരു ഇലക്ഷൻ കേസ് പോലും ഫയൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. കൊട്ടിക്കലാശത്തിന്റെ അന്ന് ചെറിയൊരു തർക്കം ഉണ്ടായി, CPM BJP തർക്കം ഉണ്ടായെന്നുള്ളത് ഒഴിച്ചാൽ ഒരു വയലൻസ് പോലും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം തീർച്ചയായിട്ടും അതുകൊണ്ട് വളരെ പീസ്ഫുൾ ആയി. കാരണം ഇതിനകത്ത് പലപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുന്ന കാര്യം, നമ്മൾ പോസ്റ്റ് ഒട്ടിക്കും അല്ലെങ്കിൽ ഫ്ലെക്സ് വെക്കുമ്പോഴായിരിക്കും എവിടെയെങ്കിലും തർക്കം പാർട്ടികൾ തമ്മിൽ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു തർക്കം പോലും ഇല്ലാത്ത വിധം ഈ ഇലക്ഷൻ തീർന്നു എന്നുള്ളത് ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അത് ജനങ്ങൾ പോസിറ്റീവായിട്ട് എടുത്തു. അപ്പം എന്റെ പ്രാക്ടിക്കൽ സാഹചര്യം കൊണ്ട് ഞാൻ എടുത്ത തീരുമാനം, അല്ലാതെ നമ്മളൊരു വെല്ലുവിളിയായിട്ടോ അല്ലെങ്കിൽ ഒരു ആരോടെങ്കിലും എതിർപ്പായിട്ടോ ഒന്നും അത് ചെയ്തതല്ല. പക്ഷെ എന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് കൊണ്ടും ഞാനൊരു മുന്നോട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിനെ അടിസ്ഥാനമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒത്തിരി പോസിറ്റീവ് സൈഡ്സ് അതിനുണ്ടായി എന്നുള്ളത് മറുവശമാണ്. പിന്നെ പുതുപ്പള്ളിയെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം, ഞാൻ MLA ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട തൊട്ട് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി പുതുപ്പള്ളി ഒരു സ്പോർട്സിന്റെ സെന്റർ ആക്കണം എന്നുള്ളതായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഞാനൊരു വീട്ടിൽ പ്രചരണത്തിന് അന്ന് ചെന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോനെ എന്റെ മക്കൾക്ക് കളിക്കാനുള്ള സ്ഥലം ഒരുക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു പേരന്റ് എന്റെ ജീവിതത്തിൽ കളിക്കാൻ സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുന്നത്. അന്ന് ഞാൻ തീരുമാനമെടുത്താണ് പുതുപ്പള്ളി ഒരു സ്പോർട്സിന്റെ സെന്റർ ആക്കണം. ഞാൻ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ടർഫ് ഉണ്ടാക്കിച്ചു, അവിടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടാമതൊരു ടർഫ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതിനോട് ചേർന്നാണ് നമ്മൾ ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിലുള്ള സ്റ്റേഡിയം, അതിന് സ്ഥലം വിട്ടു തരുവാൻ കുറച്ചുപേര് മാനസികമായിട്ടെങ്കിലും തയ്യാറാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു.
അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ IPL ഫാൻ പാർക്ക് പുതുപ്പള്ളിയിൽ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അടുത്ത പ്രാവശ്യം IPL നടത്താൻ നമ്മൾ ശ്രമിക്കും. പക്ഷെ IPL നടത്തുക അവരുടെ കുറെ നോംസ് ഉണ്ട്. പക്ഷെ നടത്തുവാനുള്ള സ്റ്റേഡിയം കൊണ്ടുവരിക എന്നുള്ളത് എന്റെ പ്രയോറിറ്റിയാണ്. ആ പ്രയോറിറ്റിയിലേക്ക് ഞാൻ കടന്നു. 2.5 വർഷമായിട്ട് ഞാൻ എന്റെ പ്രവർത്തനത്തിലായിരുന്നു. ഇന്ന് അടുത്ത സ്റ്റേജിലേക്ക് എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും അടുത്ത 2.5 വർഷം കൊണ്ട് തന്നെ പുതുപ്പള്ളിയിൽ ഒരു സ്റ്റേഡിയം, അത് ദേശീയ തലത്തിലുള്ള അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം വരും എന്നുള്ള പൂർണ്ണമായ പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള, ഞാൻ പറയുന്നത്, സ്പോർട്സിനെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു എക്കോണമി അത് കേരളത്തിന് ഗുണകരമായിരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ്സ്, അതുപോലെ വലിയ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ സ്പോർട്സിൽ ആൾക്കാർ ഇൻവോൾവ്മെന്റ് ഉണ്ട്, കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, ചെറുപ്പക്കാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, അവിടെ ജോലിക്ക് സാധ്യതയുണ്ട്. നമ്മളിപ്പം കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ ഏറ്റവും ഉയർന്ന കേട്ട പേരാ മെസ്സിയെ കൊണ്ടുവരിക എന്നുള്ളത്. മെസ്സി വന്നു, പക്ഷെ നമ്മുടെ നാട്ടിലൊഴിച്ച് ബാക്കി എല്ലാ നാട്ടിലും വന്നു പോയി. ഞാൻ പറയുന്നത്, നമുക്കിനി നമ്മുടെ നാട്ടിൽ നിന്നൊരു മെസ്സി ഉണ്ടാവണം. ഞാൻ അന്ന് തൊട്ട് പറയുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ നിന്ന് മെസ്സി ഉണ്ടാവണം. ആ മെസ്സി വന്ന് പോയപ്പോ തന്നെ ഇവിടുന്ന് ഒരു 16-20 കോടി രൂപ കൊണ്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. 4 സ്ഥലത്ത് 4 ദിവസം ചെലവഴിച്ചതിനാണ് 20 കോടി അല്ലെങ്കിൽ 30 കോടി. അവർക്കുള്ള നേട്ടം അങ്ങനെയാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിൽ നിന്നൊരു മെസ്സി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് കൂടി ചെറുപ്പക്കാരെ കൂടുതൽ സ്പോർട്സിലേക്കും നമുക്ക് നയിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ കൊണ്ടുവരുവാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പുതുപ്പള്ളിയിൽ ആ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട അത് തന്നെയാണ്. 2, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഇവിടെ നമുക്കൊരു IT-യുടെ ഹബ്ബ് കോട്ടയത്തിന് വേണം, അത് പുതുപ്പള്ളിയിൽ വേണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ ഇതിനു മുമ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞതും അന്നത്തെ ഗവൺമെന്റിനോട് പറഞ്ഞത്, ഞാൻ സ്ഥലം വിട്ടുതരാം, ഞങ്ങൾക്ക് ഒരു IT ഹബ്ബ് വേണം. കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും ശമ്പളം മേടിക്കുന്ന ഒരു മലയാളി ശ്രീ തോമസ് കുര്യൻ, പാമ്പാടിക്കാരനാ, പുതുപ്പള്ളിയിൽ നിന്നാണ്. അദ്ദേഹം പോയി അമേരിക്കയിൽ പോയി ഒത്തിരി നാൾ അവിടെ പ്രവർത്തിച്ചു, വലിയ ഉയർന്ന നില നിൽക്കുന്നു. ഗൂഗിൾ ക്ലൗഡിന്റെ CEO ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരനും അതുപോലെ തന്നെ ഒരു IT കമ്പനിയുടെ ആളാണ്. പക്ഷേ അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നപ്പോൾ 1,50,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നപ്പോൾ ആന്ധ്രയ്ക്കാണ് കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അതിനുള്ള സാഹചര്യം ഒരുക്കിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇവിടെ നമ്മൾ പഠിപ്പിച്ച് വിടുന്നതിന് അർത്ഥം എന്താ? അതുകൊണ്ട് നമുക്ക് ഇവിടെ ജീവിക്കുവാൻ, നമ്മുടെ എന്നും വിദേശത്ത് പോയി നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ തലയുയർത്തി ജീവിക്കുവാനുള്ള IT രംഗത്തെ സാഹചര്യം ഒരുക്കുവാൻ ഒരു IT ഹബ്ബാണ് 2ാമത്തെ പ്രയോറിറ്റി. 3ാമത്തെ പ്രയോറിറ്റി ഒരു സ്പിരിച്വൽ റിലീജിയസ് സെന്റർ ആക്കി പുതുപ്പള്ളി ഉയർത്തുക എന്നുള്ളതാണ്. അനവധി ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതിന്റെ പ്രത്യേകിച്ച് വെണ്ണിമല രാമലക്ഷ്മണ ക്ഷേത്രം ഞാൻ MLA ആയപ്പോ തൊട്ട് എന്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി പെട്ടൊരു കാര്യമാണ്. സർക്കാർ സഹായിച്ചിട്ടില്ല. ഞാൻ കല്യാൺ ജുവലേഴ്സിൽ നിന്ന് 15 ലക്ഷം രൂപ അതിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഗവൺമെന്റിന് സഹായമാണ് ആവശ്യം. കാരണം എന്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് കേരളയ്ക്ക് വിട്ടുകൊടുത്തത് 10,000-3000 വർഷം പുരാതനമായിട്ടുള്ള ഒരു സ്ഥലമാണത്. അപ്പൊ അതിന്റെ ഒരു ഡെവലപ്മെന്റ്, അതിന്റെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്, അതിന്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് അടിസ്ഥാനപ്പെടുത്തി അവിടെ ഒരു സ്പിരിച്വൽ റിലീജിയസ് സെന്റർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും ഒരു അജണ്ടയായിട്ട് മുന്നോട്ട് വെക്കുന്ന കാര്യമാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള പുതുപ്പള്ളിയെ സംബന്ധിച്ചുള്ള മാറ്റങ്ങൾ ഞാൻ പറയാം. ഞാൻ പറഞ്ഞു